ഐ എം ഡോക്ടർ ജിനു മാത്യു വൈദ്യർ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് EV എങ്ങനെയുണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ലാഭകരമാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് എൻ്റെ ടാറ്റ നെക്സോൺ EV ആണ്, EV മാക്സ് ആണ്. അതായത് ഇപ്പോൾ 2 വർഷമായി, 2 വർഷം പൂർത്തിയായി. ആക്ച്വലി ഓഗസ്റ്റ് അവസാനമായപ്പോഴേക്ക് 2 ഇയേഴ്സായി. അപ്പോൾ ഈ 2 ഇയേഴ്സിൽ ഞാനിപ്പോൾ ഒരു 60,000 കിലോമീറ്റേഴ്സോളം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോ ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് വെദർ ഇറ്റ് ഈസ് വർത്ത് ഓർ നോട്ട്, അതാണ് നമ്മുടെ ചോദ്യം. ഫോർ മീ ഇറ്റ് ഈസ് വർത്ത്. അത് എങ്ങനെയാണ് വർത്തായത് എന്ന് ചോദിച്ചാൽ, ഈ 60,000 കിലോമീറ്റേഴ്സ് എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഞാൻ ഓടി. അതിൽ ഹൈ റേഞ്ച് പോയിട്ടുണ്ട്, ലോങ് ട്രിപ്പ് പോയിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. എസ്പെഷ്യലി ചാർജിങ് പലപ്പോഴും ഒരു കൺസേൺ ആണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ്, നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എസ്പെഷ്യലി എവിടെ പോയാലും നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, പല കമ്പനികളുടെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ലോങ് ടൈം ഒക്കെ പോകുമ്പോൾ, ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു നോർമലി ഈ വണ്ടിക്ക് ഒരു 330 330 340 കിലോമീറ്റേഴ്സൊക്കെ റേഞ്ച് കിട്ടാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഞാനിത് സർവീസ് ചെയ്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇന്നലെയാണ് എനിക്ക് വണ്ടി കിട്ടിയത്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നതായിട്ടൊരു 429 കിലോമീറ്ററോളം മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈവൻ നമുക്കൊരു 350 കിലോമീറ്റർ ആയാൽ പോലും ഇറ്റ്സ് വർത്ത്. കാരണം നമ്മൾ പെട്രോളിൻ്റെ കോസ്റ്റ് വെച്ച് ഡീസലിൻ്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് വർത്ത്. പിന്നെ പറയുന്നത് ബാറ്ററി ലൈഫാണ്. ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് 1,60,000 കിലോമീറ്റേഴ്സാണ് വാറണ്ടി. സോ ഇപ്പോൾ 60,000 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പോൾ 1 lakh കഴിയുമ്പോഴുള്ള പിക്ചർ സിനാറിയോ അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇറ്റ്സ് വർത്ത്. കാരണം നമുക്ക് അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പെട്രോൾ അടിക്കുന്ന കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് വർത്താണ്. കാരണം നമുക്കൊരു ചാർജിങ്ങിൽ നമുക്ക് മാക്സിമം 40 യൂണിറ്റ്സ് ആയാൽ പോലും, ഈവൻ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ടൊരു പുറത്ത് നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 12 to 13 അല്ലെങ്കിൽ 15 റുപ്പീസ് ആയാലും ഒരു 600 റുപ്പീസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 400 കിലോമീറ്റർ നമുക്ക് 300 between 300 and 400 കിലോമീറ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത്രയും കിലോമീറ്റർ നമ്മൾ ഒരു പെട്രോൾ വെഹിക്കിളാണെങ്കിലും പെർ ലിറ്റർ ഒരു 10 കിലോമീറ്റർ കിട്ടിയാൽ നിയർ അബൌട്ട് 40 ലിറ്റേഴ്സ് പെട്രോൾ അടിക്കണം. ഇപ്പോഴത്തെ കോസ്റ്റ് ഐ തിങ്ക് ഇറ്റ് 106 രൂപയാണ് തോന്നുന്നു പെട്രോളിന്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 40 ലിറ്റേഴ്സ് അടിക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 4,000 പ്ലസ് ആവും. സോ ആ ഒരു ഹ്യൂജ് ഡിഫറൻസ് നമുക്ക് അതിനകത്ത്. ഡ്രൈവിംഗ് കംഫർട്ട്, ആസ് യു നോ, ഇലക്ട്രിക് വെഹിക്കിൾസ് വളരെ കംഫർട്ടബിളാണ് ഓടിക്കുക. ലോങ് ട്രിപ്പൊക്കെ പോകുന്നത് കംഫർട്ടബിളാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ ചാർജിങ് എന്നുള്ള പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ അതൊരു വിഷയമല്ല. ബിക്കോസ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പല ഹോട്ടൽസും അറ്റാച്ച്ഡ് ആയിട്ടും ഒക്കെ ചാർജിങ് സ്റ്റേഷൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജിങ് ഒരു വലിയ ഇഷ്യൂ അല്ല. എസ്പെഷ്യലി ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മളൊരു റെസ്റ്റ് എടുക്കാനോ, അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ, അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാനോ, അല്ലെങ്കിൽ ഒരു ടീ ബ്രേക്കിനോ എടുക്കുമ്പോൾ ആ ഒരു 20 minutes 30 minutes കൊണ്ട് നമുക്ക് ബാക്കി ഒരു ഫുൾ ചാർജ് ആക്കാൻ പറ്റും. സോ ദാറ്റ് ഇസ് നോട്ട് എ ബിഗ് ഇഷ്യൂ. പിന്നെ ഇനി വരുന്ന കാലങ്ങളിലും ഇനിയിപ്പോൾ എസ്പെഷ്യലി നമുക്കൊരു ഒരു സോളാർ സിസ്റ്റം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ, സോളാർ യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എസ്പെഷ്യലി റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്. നമുക്ക് റണ്ണിങ് കോസ്റ്റ് ഇല്ലെന്ന് പറയാം. ലോങ് ട്രിപ്പ് പോകുമ്പോൾ അഡീഷണൽ ചാർജ് ചെയ്യുന്ന ഒഴികെ ഹോം ചാർജറിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദ കോസ്റ്റ് അബ്സല്യൂട്ട്ലി ഫ്രീ. സർവീസ് പാർട്ട് നോക്കുകയാണെങ്കിലും അത് അത്ര കോസ്റ്റ്ലി ഒന്നും അല്ല. പിന്നെ എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ടാറ്റയുടെ ഭാഗത്തു നിന്ന് വളരെ നല്ലൊരു സമീപനം ഉണ്ടായി. പണ്ടത്തെ ടാറ്റ അല്ല ഇപ്പോഴെന്ന് പറയാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഈ വണ്ടിയുടെ ഒരു നമ്മുടെ ഗിയർ നോബിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. അത് ഈ ഓണത്തിൻ്റെ തലേ ദിവസം സാറ്റർഡേ നൈറ്റിലാണ് വണ്ടി ഓടി വന്നിട്ട് പാർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്ന് വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ വണ്ടി അനങ്ങുന്നത്. ബിക്കോസ് വണ്ടി സ്റ്റാർട്ടാവുന്നതിൻ്റെയൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഗിയർ നോബ് വർക്കാവുന്നില്ല. അപ്പോൾ തന്നെ അവരെ കസ്റ്റമർ കെയർ വിളിച്ചു. ആ നൈറ്റിൽ, അതായത് ഞാനൊരു ഐ തിങ്ക് ഒരു 8-8:30 ആയപ്പോഴാണ് വിളിക്കുന്നത് രാത്രിയിൽ. ഒരു 12 മണി ആയപ്പോഴേക്കും അവരുടെ ഫാൻ ബെഡ് ലോറി വന്നു. വണ്ടി അപ്പം തന്നെ അവർ കൊണ്ടുപോയി നമുക്ക് വളരെ സുദൃഢമായ രീതിയിൽ സർവീസ് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് എനിക്ക് വണ്ടി കിട്ടി.
സോ ആ ഒരു പാർട്ടിൽ ഇപ്പോൾ ടാറ്റ ഈസ് ഫാർ ബെറ്റർ. പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ടാറ്റയുടെ പഴയ ആ ഒരു സ്ട്രാറ്റജി അല്ല, അവർ കുറച്ച് കസ്റ്റമർ കെയർ ആവുന്നുണ്ട്. സോ ആ ഒരു പാർട്ടിൽ ഐ എം സാറ്റിസ്ഫൈഡ്. ഇനിയുള്ള ഇപ്പോൾ ഈ 60,000 കിലോമീറ്റേഴ്സ് ഓടിയ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വർത്ത്. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അപ്ഡേറ്റ്സ് വീണ്ടും വരാം. വീണ്ടും മറ്റു കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഗുഡ് ബൈ.